ഗ്യാസ് എന്നൊക്കെ പറഞ്ഞത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ ബുജ്ജി പറഞ്ഞോടുക്ക്? ബിരിയാണി ചലഞ്ച്. അയ്യോ, നിങ്ങൾ ഈ കുറുനരിയെ കാണുന്നുണ്ടോ? എവിടെയത്? അപ്പൊ നമ്മള് ഗൈസ് നമ്മളിത് ബിരിയാണി ചലഞ്ച് ചെയ്യാൻ പോവാണ്. ചലഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് കഴിച്ചു കഴിയുന്ന ആൾക്കാർക്കാണ്, ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്ന ആൾക്കാർക്കാണ് 500 രൂപ സമ്മാനം. ഓക്കെ, ശരി. 500 നോട്ട് ഇങ്ങനെ കാണിച്ചത് എടുത്തു വയ്ക്കും. അമ്മ മിണ്ടായിരുന്നു വീഡിയോ എടുക്കുക. അപ്പൊ വിഷമണ്ട ഇത് മിണ്ടാടുക്കുക. ഇതില് ചലഞ്ച് എന്ന് വെച്ചാൽ ഇതില് ഒറ്റ നമ്മളിപ്പോ കഴിക്കണ ഫുഡില് ഒറ്റ ഇതില്ലേ അരി റൈസ്, ആ റൈസ് ഒന്നും പാടില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നക്കും ആരും ഒന്നും കമന്റ് ചെയ്യാൻ നിൽക്കരുത്. അല്ലാണ്ട് ഒരു അരി ഇല്ലാണ്ടായിരിക്കും, എനിക്കറിയില്ല. എല്ലിന്റെ മുകളില് ഒരു ചിക്കന് പീസ് പോലെ ഇരിക്കാൻ പാടില്ല. കറുകപ്പട്ടി സാധനങ്ങളൊക്കെ കളയാം. പക്ഷെ ഹലോ കേട്ടോ, കേട്ട് ആ സാധനം ആ ഒന്നും മറ്റുണ്ടാവാൻ പാടില്ല. എല്ലാം മറ്റും തുടച്ചെടുക്കണം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ആര് ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അവർക്ക് ഈ ബിരിയാണി എടുത്ത് ഇവര് രണ്ടാമത് കഴിക്കാൻ തുടങ്ങി. അവർ ഈ ബിരിയാണി തൊട്ടാ മതി, കഴിക്കാൻ പറ്റില്ലെങ്കിൽ തൊട്ടാ മതി. കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അല്ല ഫസ്റ്റ് കഴിഞ്ഞാലല്ല, ഈ ബിരിയാണി വീണ്ടും കഴിക്കാൻ തുടങ്ങി പെടും. എന്ത് ഞാൻ കഴിക്കും. ആ ഓക്കെ, നീ കഴിച്ചോ കഴിച്ചോ. നമ്മള് കഴിക്കുകയാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു. കഴിക്കണേ കഴിച്ചോ, വയറുണ്ടെങ്കിൽ കഴിക്കാം. ഒരേ ടൈമിങ്ങിന് എത്തണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. അല്ലേ കഴിക്കണ്ട. ഓക്കെ, നമുക്ക് റെഡി. അമ്മ പറയും റെഡി 1 2 3 പറഞ്ഞു. നല്ല കാലം മറക്കത്, നല്ല കാലം മറക്കത്. അല്ല എന്താ ഈ ബിരിയാണി തന്നപ്പോ ഒരു സർലാസ് തന്നില്ലേ? എന്തുട്ടത്? പോയി തൈര് വേണ്ടേ? തൈര് വേണം, ഉപ്പും വേണം. എന്റെ പൊന്നെ, ഒരു കുപ്പിയൊരു ഹനീബി ഒക്കെ വേണം. തൊട്ട് നോക്കാൻ. അപ്പൊ നമുക്ക് തൈര് കൂടി വന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തൈര് പിന്നാലെ വന്നോളൂ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3. ജോസിനെ വിളിച്ചു വരുത്തിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മ ഒന്നും പറയാനാ മതി. ബിരിയാണി ലാട്ടാ വിശന്നിരിക്കുന്ന സമയത്ത് ബിരിയാണി വാങ്ങിച്ചാലേ ഒരു കടുത്ത കഷ്ണം തരും, ഒരു ഏതെങ്കിലും ഒരു കിങ്സ് തരും. കഷ്ണം എന്നിട്ട് തല നിറച്ച് കഷ്ണട്ടാ. ഇത് കാണുന്ന എൻ്റെ ഭർത്താവും കുടുംബവും പ്രാകരുത്. നിങ്ങൾക്ക് പരിപ്പ് കുത്തിപ്പിടിച്ച് ചച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിരുന്ന് തിന്നുന്നത്. ചേട്ടാ സോറി ട്ടാ, ബിരിയാണി തിന്നുമ്പോ ചേട്ടനെ കൊഞ്ഞൊന്നും വരാണ്ടിരിക്കട്ടെ. അപ്പൊ നല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്ത് കുറിക്കാനാ? ആരാണ് ഫസ്റ്റ് കഴിക്കാൻ നോക്കാം? ഞങ്ങളെ കൊണ്ട് മിണ്ടിതിരി ആരാണ് ഫസ്റ്റ് കഴിക്കണം നോക്കാം? അവൾക്ക് പകുതി മതി. അവൾ ജിമ്മിന് പോണ കാരണം ഞാൻ എല്ലാവർക്കും മണ്ടാരം അവൻ തോന്നും ചിക്കൻ കഷ്ണം അഞ്ചുണ്ട് എത്ര സാധനം എനിക്കില്ല. 5 തിന്നും, 5 കഴിച്ചു തുടങ്ങി. 5 കഴിച്ചു തുടങ്ങി. ഷെയർ ചെയ്യാണെങ്കിൽ വേണ്ട. 5 കഴിച്ചു തുടങ്ങി. അതിനാ ചായ കുടിച്ചിടാം. ജോസിനെ കുറച്ച് ചോറ് തെറ്റേ. കഴിച്ചു കഴിയും.
ഒരു പറ്റ് പോലും പാടില്ല നോക്കട്ടെ. അതെനിക്ക് മതി. ഏയ് കൂടുതൽ കഴിക്കണം. എന്തോ അങ്ങനെ കഴിക്കാൻ മതി. അതൊക്കെ കഴിക്കാം. അതെ ഞാൻ ആരും ആളില് ഫസ്റ്റ് വരുന്നുണ്ട് ഒരു പരിസരപ്പിലേക്ക്. അവിടെ ഒന്നും തിന്നാണ്ട് വന്നേക്കണം. അതാണ് തേങ്ങയാണ് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു. അമ്മ തൈരിട്ട ഭാഗം നശിപ്പിച്ചു. അതൊക്കെ അതിന് പറ്റിട്ട് കേട്ടാ ആരിതായി കുറച്ച് ശരിയാവും. എനിക്ക് മാത്രം തോന്നുന്നുണ്ട് ഇവിടെ വിജയകരമായി പിന്മാറിയിരിക്കുന്നു. അങ്ങനെ പിന്മാറാൻ പാടില്ല. അമ്മ അടപ്പെടുത്തൊന്ന് വീശമ്മ തിന്നാൻ പറ്റുന്നില്ല. വീശമ്മ വീശമ്മ കാറ്റുണ്ടോടാ? അയ്യോ മതി. ഇവിടെ എന്തിട്ടാ ഇവിടെ മനസ്സിലേക്ക് ഇത് എത്ര മോന്തേലും എനിക്ക് ഇത് എത്ര പോകാറുണ്ട്. ഈ ഇത്ര അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ അവളെ പറ്റപ്പെടുന്ന സൈമാരി തുണി തരുമോ? കുറച്ചുകൂടെ പോയി. ആ ഭാഗ്യക്കോട്ടാ നിക്കണത്. ശബ്ദമൊക്കെ ഗ്യാസ് പാത്രത്തിലിട്ടില്ലേ? ആ കള്ളി പാത്രത്തിൽ തുടച്ചെടുക്കട്ടാ. എണ്ണ ഞാൻ നക്കണോ? സെക്കൻഡ് ഫസ്റ്റ് തേർഡ് ഒക്കെ ഉണ്ടോ? ഓ വിജിച്ചു നോക്ക്. എന്നാ പിന്നെ ഞാൻ തേർഡ് കേട്ടാ. ഞാൻ മുൻകൂട്ടി വിധിച്ചു. തേർഡ് എവിടെ തേട്? തേർഡ് ചിക്കൻ എന്തൊരു വലിയ പീസാ. എനിക്ക് 7 പീസാ ചിക്കൻ. അടി അല്ല എനിക്ക് ചോറ് കുറച്ച് പിന്നെ എന്താ പിടിച്ചിട്ടില്ല. കള്ളി ചിക്കൻ ഫ്രഷ് അല്ല എന്താ തിന്നാനാ അതെ അവള് കഴിച്ചോട്ടെ. അവള് കഴിച്ചോട്ടെ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാണ്ടല്ലേ? നിങ്ങൾ രാത്രിയൊക്കെ വല്ലതൊക്കെ കഴിച്ച് ഉച്ചയ്ക്കൊക്കെ നല്ല അടിച്ച് പിടിച്ചിട്ടുണ്ടാവും. തെളിയിച്ചോട്ട് വിജയൻ അത് രാവിലെ നീ 500 തരുന്ന എനിക്കാണ് തോന്നുന്നത്. ഞാൻ പട്ടി ഇരിക്കണ്ടൂല. കറുവപ്പട്ട രണ്ടെണ്ണാക്കിട്ട് താമസിക്കുന്നുണ്ട്. അമ്മയുടെ മോര് തൈര് കാണിക്കല്ലോ കേട്ടോ. അല്ല പിന്നെ അവള് കഴിക്കണത് ചേച്ചി ഇങ്ങനെ മുഖം പിടിച്ചിരിക്കല്ലേ ചേച്ചി. മറ്റു അതിൽ അത് നോക്ക്. അത് വളരെ കഴിക്കില്ല. ഞാൻ വിജയകരമായി തോറ്റും പിന്മാറിയിരിക്കുന്നു. അമ്മ അതേ അരിപ്പേലിട്ട് അരിച്ചിട്ട് ചോറ് മാത്രം വന്നിരുന്നു. അമ്മയെ കൊണ്ട് പോല ആ ഷവർമ്മ തിന്നുണ്ടായിരുന്നു. ഞാൻ തരും ഗൈസ്. തലയിൽ വരെ ബിരിയാണി അയ്യോ എന്നിട്ട് തലയിൽ വരെ ആക്കിയിട്ട് തലച്ചോറ് മൊത്തം തലയിലാക്കിയിട്ടില്ല. കോഴിയുടെ കാല് കഴിഞ്ഞു. ഇങ്ങനെ സാപ്പിടുപോയി. അതങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ ഇടാൻ പാടില്ല. കഴിഞ്ഞു. ഞാൻ തോന്നി ഞങ്ങൾ തോറ്റ് ഗൈസ്. എനിക്ക് വയ്യണ്ടായി. ഞാൻ തോക്കല്ലേ പക്ഷെ തിന്ന് തീർക്കണം. അയ്യോ പറ്റില്ല. ആ തേങ്ങയാണ് പറ്റില്ല. കൈവറ്റില്ല മോളെ പറ്റി നോക്കുന്ന നോക്കിയിട്ട് 500 മതി. അതെ അല്ലേ നട്ടിയുടെ അത് തിന്നാൻ നോക്കി തിന്നാ പറയും. എനിക്ക് വേണ്ടി എനിക്ക് നിങ്ങൾ നീതി വേണം. നീതി വേണം. നീതി തരാം. നീതി വരുന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതിയാ. അത് വീഡിയോ ഒന്നുമില്ല. എന്നാലും കുക്കർ തുറന്നിട്ട് രാവിലെ പുറത്തോട്ട് വീഡിയോ ഉണ്ട്. അല്ലാത്ത വീഡിയോ. ഹലോ ഗൈസ് കുക്കർ തുറന്നു. ആ നമ്മുടെ വീഡിയോ അതെ എനിക്ക് പ്രേക്ഷകരോട് കമന്റ് ഇടരുത്. കമന്റ് ചെയ്ത് കഴിക്കലന്റെ കൂടെ കൂടുതൽ കൊക്കകോള തിന്നാവുന്ന അറിയില്ല. പിന്നെ എന്നെ ആരും കല്യാണത്തിന് അനുഭവിക്കില്ല. 4 പേർക്ക് ചോറുണ്ടെന്ന് വിചാരിച്ചിട്ട് ഗൈസ് ഇവിടെ ഒരാള് ഗർഭിണികൾ നടക്കുന്നുണ്ട്. കൈ കഴിക്കും മോളെ. കൈ നക്കി വെച്ചോ. ആണോ? വലിയ കൊള്ള. എന്നാലും വിജയിച്ചു കൊടുത്താൽ നീട്ടില്ലേ? ബിരിയാണി ചലഞ്ച് കഴിഞ്ഞിട്ട് വിജയിച്ചു തുടങ്ങിയിട്ടില്ലേ? ബട്ടർഫ്ലൈ പഠിക്കോ. എങ്ങനെയുണ്ട് ചലഞ്ച് അഞ്ചുവാ? പറയാൻ വയ്യ. 5 പ്രസവിക്കാൻ നടക്കുന്ന നടക്കുക ഗൈസ്. എന്താ അത് കഴിച്ചു എനിക്കിട്ട് ബാക്കി ഞാൻ പറഞ്ഞത്
മഞ്ഞയും എന്തുട്ടത് മായ തുറന്ന ചുരുളിയ മായ തുറന്ന ചുരുളി നിന്റെ അമ്മായി എന്റെ അമ്മായിയമ്മ ഇത് കേട്ടാലുണ്ടല്ലോ അമ്മായിപ്പന്നെ പറഞ്ഞേ അമ്മായിപ്പനാ എന്റെ അമ്മായിമ്മയുടെ ഭർത്താവാണ് ആയിക്കോട്ടെ എന്റെ രാഹുലേട്ടന്റെ ഒരു അച്ഛനാണ് അതിനിപ്പോ ഞാൻ എന്ത് വേണം ഞാൻ വിളിക്കും ഒന്നുകൂടി വിളിക്കും ഞാൻ എന്റെ അമ്മ അവളുടെ അമ്മ എന്ന് പറയുന്നത് സതീദേവിയാ അല്ല അതെ സ്വന്തം അമ്മ അങ്ങനല്ല സ്വന്തം അമ്മേനെ അമ്മേനെ മറ്റേ തക്കാളി പോലെ കഴിച്ചിട്ട് ഞങ്ങൾ വർത്താനം കണ്ടത് ഞങ്ങൾക്ക് 500 കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞാൻ അത് കാണിക്കാൻ വയ്യ എന്നാലും നിങ്ങൾ ആ വീഡിയോ മൊത്തം കാണണം 500 അങ്ങടാണോ പോണ ഇങ്ങടാണോ വരെ ഒന്ന് കാണണേ അതൊന്നും എനിക്കൊന്നും കിട്ടുന്നില്ലേ സാധാരണ ആൾക്കാർ തീറ്റിക്കണോ തന്നെ എന്റെ അഭിജിച്ച് ഞാൻ കൊടുക്കില്ലേ ഇത്രയും വലിയ ചതി എന്നോട് വേണ്ടായിരുന്നു വിജയിക്ക് നല്ല ക്ഷീണുണ്ട് ക്ഷീണം ഉണ്ടോന്ന് അതേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണം 3 നേരത്തെ ഭക്ഷണം ഒറ്റ നേരം കൊണ്ട് കഴിച്ചു കൊടുത്തേക്കണം എനിക്ക് വയ്യ കൈ കൂടി കഴിക്കില്ല അതെനിക്ക് വിടാൻ പറ്റില്ല ഞാൻ അടിക്കാൻ തുടങ്ങി ഞാൻ കഴിക്കും ബട്ട് വയ്യ പണ്ടൊക്കെ അത്ര പോണില്ല പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേ പിന്നെ വലിയ വില കൂടി എനിക്ക് ചോറ വെക്കുക 40 രൂപ നമുക്ക് വരുമ്പോ റിച്ചായിരുന്നേ അരി വെക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ ഈ ചോറ് കളയാനാണ് ഉദ്ദേശം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരം സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും കൂട്ടാണ്ടോ വലിയ കൂട്ടാൻ സൂപ്പറാ അപ്പൊ വലിയ എന്ത് ചെയ്യുന്നറിയോ തെങ്ങിന്റെ കടക്കിലേക്ക് ഇടാനുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും ആ ബേസിനോടെ കൂടി വാങ്ങും പരിപ്പ് കുത്തിക്കാച്ചതും ചിലപ്പോ ഇന്നലത്തെ ചാളക്കൂട്ടാനുണ്ടാവും ഇതൊക്കെ ഒഴിക്കും എല്ലാവരും നമ്മൾ രണ്ടുപേരാണ് ഉണ്ടാവാറ് അങ്ങനെ അടിച്ചടി ഞാൻ അങ്ങനെ അന്നോട്ടെ ആർത്തിയിൽ കഴിക്കാം കാരണം ഇവള് ഒരു ഉള്ളധികം കഴിച്ചാൽ എനിക്ക് വിദേശവും അപ്പൊ ഞാൻ 2 ഉള്ളധികം കഴിക്കും അപ്പൊ ഇവിടെ 2 ഉള്ളധികം കഴിച്ചാൽ എനിക്ക് തലിപ്പോ പിന്നെ 3 ഉള്ളധികം അങ്ങനെയായിരുന്നു ഇവര് തെങ്ങിന്റെ കടക്കില് ഡൊണേഷൻ നടന്ന ആൾക്കാരായിരുന്നു അതെ തെങ്ങിന്റെ നാളികത്തിന്റെ കൂടെ ചോറ് കിട്ടും അതെ ഇവിടെ തലേന്ന് ചോറ് കിട്ടും ഞാൻ ഇവിടെ കളിമണ്ണ് ഇതിനി താക്കോൽ ചടങ്ങ് ഞാൻ പറയണില്ല സലാഡ് നിങ്ങൾ ആരും തൈര് ഒഴിച്ച് ചാലഞ്ചർ ഇടാൻ നിൽക്കരുത് എന്റെ അമ്മ ഒഴിച്ചത് ഈ സാമ്പാർ വെക്കണമെന്ന് ഒത്താൻ നടക്കാണ് അതിലാണ് ഞാൻ പെട്ടത് ഒരു ടേസ്റ്റിലെത്ത എനിക്ക് 3 മാസം അഞ്ചു 15 മാസമായിട്ട് വരുന്നുണ്ട് നല്ലത് വേറെന്തോ സാധനല്ലോ അതെ അങ്ങനെ ഒരു ഷോൾ ഇട്ടിട്ട് അത് മാത്രം സൗന്ദര്യമുള്ള ആള് കുറച്ച് ടിഷ്യൂ പേപ്പർ നിർത്തിട്ട് ടോപ്പ് അടിച്ച് വെച്ച കൂടി അപ്പൊ ആര് ജയിച്ചമ്മേ ഞാൻ മരം വിഴിഞ്ഞ പോലെ ഇരിക്കണം എന്റെ മൂത്തോക്കിട്ട് ആരാ എന്റെ മൂത്ത മകൾ അഞ്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മകൾ നന്ദന മൂന്നാമത്തെ മകൾ ചേച്ചിയുടെ മകൾ വിജയലക്ഷ്മി മൂന്നാമത്തെ മകൾ ചേച്ചിയുടെ മകൾ വിജയലക്ഷ്മി നോക്ക് പ്രൈസ് മണി തരൂ എത്ര തിരിച്ചറിയണ്ടല്ലേ ഇതിനെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് 500 രൂപ കൊടുക്കാനുള്ള ചടങ്ങാണ് ഇവിടെ നിൽക്കുക ചടങ്ങ് നമുക്ക് അടുത്ത് കാണുന്ന വീഡിയോയിൽ ഇനി കൊടുത്തില്ല തോറ്റോർക്കൊരു സമ്മാനം ഉണ്ട് തോറ്റോർക്കും എന്റെ ഇവരിങ്ങനെ കഴിക്കില്ലെന്ന് ഞാൻ അത്രയും കുറവാ കഴിക്കുള്ളൂ അങ്ങനെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിട്ടാ തലയെ അധ്വാനിച്ചതല്ലേ 500 രൂപ കൈയടിക്ക് ഗാന്ധിജിയുടെ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് നന്ദിയുണ്ട് നമസ്കാരം നിങ്ങൾ തന്നെ പറയാം എന്റെ കയ്യിൽ തന്നേണ കാശിന് തിരിച്ചു വിടാൻ ചോദിക്കരുത് ചോദിക്കും തോന്നുന്നുണ്ടാ ചലഞ്ചുകളൊക്കെ അവർക്ക് തിന്നാൻ കൊടുക്കും പൈസ കൊടുക്കൂല നിങ്ങൾ വേണമെങ്കിൽ അത് വിശ്വസിച്ചോളി വെറുതെ വയറ് മടയൊക്കെ എടുത്തിട്ട് കിട്ടുന്ന തിന്നാൻ തരും അത് കഴിഞ്ഞാൽ അവര് തരണം പ്രൈസ് മണി 100 രൂപ എടുക്കും വീട് 2 ഭക്ഷ്യ 200 രൂപ എടുക്കണം കിട്ടിക്കൊണ്ടു അത് കിട്ടിക്കാൻ പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇത് മനുഷ്യൻ ഇവിടെ അര വിഴിഞ്ഞോണാക്കും ചെയ്തു പോയി പണിയെടുത്ത് കുറച്ച് വയറാണ് എന്റത് അതെ അടിച്ചല്ലേ പുതിയ അപ്പൊ നമ്മളെ വീഡിയോ വെച്ച് നിർത്താറ് അപ്പൊ വീഡിയോയുടെ അമ്മേ നിർത്തേണ്ട വീഡിയോ മതി അവൾക്ക്
ഇഷ്ടമല്ല ഇതേപോലെ ഫിൽറ്റർ ഉണ്ട് ക്യാമറയിലുണ്ടല്ലോ. ക്യാമറ മാറ്റി മാറ്റി നീ പോകുമ്പോ പാട് ആ പാട്ട് പാടി വൈഷ്ണവദനദോ അശ്ശി. വിളിച്ച് തട്ടിക്കോ. അമ്മ കഷ്ടമില്ല അമ്മയുടെ പോക്കറ്റ് ഗ്യാസുകളുടെ അവസ്ഥയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വായിക്കൂട്ടാണ് ഷെയർ ഷെയർ സബ്സ്ക്രൈബ് ഞാൻ പറയില്ല ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ